ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മീൻകറി ആയിട്ടാണ്. അങ്കമാലി മീൻകറി. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും അങ്കമാലി ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഞാനിവിടെ 1/2 കിലോ കിങ് ഫിഷ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. ഇവിടെ ഞാൻ 1.5 മാങ്ങ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയ്ക്ക് അധികം പുളിയില്ല, അതുകൊണ്ടാണ് ഞാൻ 1.5 എടുത്തത്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1 മാങ്ങ ഇതുപോലെ പീസാക്കിയിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയാണ്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചത് വേണം. പിന്നെ കറി ലീവ്സ് വേണം. പിന്നെ അതുപോലെ ഒരു 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വിനെഗറാണ്. പിന്നെ ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, മുളക് പൊടി വേണം. മുളക് പൊടി ഇവിടെ ഞാൻ നോർമൽ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണ്ട. നമ്മുടെ മീൻകറിക്ക് ഒരു മഞ്ഞ കളറാണ് വേണ്ടത്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കളറ് ഒന്ന് റെഡ് കളറാവും. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ ഇത് താളിക്കാനായിട്ട് ഇവിടെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഉലുവ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ വേണം. പിന്നെ വേണ്ടത് 4 ചെറിയുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും വേണം. പിന്നെ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ 1 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. ചെറു ചൂടുവെള്ളത്തിൽ ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ തേങ്ങ അരച്ചിട്ട് ആദ്യം നല്ല കട്ടിയുള്ള 1-ാം പാൽ എടുക്കുക. പിന്നെ ബാക്കി വെള്ളം ചേർത്തിട്ട് 2 കപ്പ് 2-ാം പാലും എടുക്കുക. ഇനി ഇതുപോലൊരു മൺചട്ടി എടുത്തിട്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറി ലീവ്സാണ്. അപ്പോൾ 1 സ്ട്രിങ് കറി ലീവ്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ കറി ഒരു മഞ്ഞ കളറിലാണ് വേണ്ടത്. അപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് ഈ സവോളയിലേക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുമ്പോൾ സവോളയിൽ നിന്ന് നന്നായിട്ട് നീരിറങ്ങും. അതാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് സവോളയും പൊടികളും കൂടിയിട്ട്, അതുപോലെ ഇഞ്ചി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായി ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് 2-ാം പാലാണുള്ളത്. ഏകദേശം ഒരു 1.5 കപ്പ് ചൂടുവെള്ളമൊക്കെ, ലൈറ്റ് ചൂടുവെള്ളം വേണേ, വാം വാട്ടർ, അത് വെച്ചിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-ാം പാല് 2 കപ്പ് കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം.
ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരും. അപ്പോൾ വേണം നമുക്ക് മാങ്ങയും മീനിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ തേങ്ങാപ്പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങയും മീനും ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലൊന്ന് തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആദ്യമേ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിൻ്റെ കഷ്ണം വല്ലാണ്ട് വെന്ത് ചിലപ്പോൾ ഉടഞ്ഞു പോവും. അപ്പോൾ എല്ലാ പീസുകളും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഞാനൊരു ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തു. ഇനി കയ്യിലിട്ടിട്ട് ഇളക്കരുത്. നമ്മൾ ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചോ ഒന്ന് ചട്ടി ഒന്ന് പിടിച്ച് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഉപ്പും ബാക്കി ഇതൊക്കെ എല്ലായിടത്തേക്കും പാകമായിട്ട് വരും. ഇനി ഇതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ആ രണ്ടാം പാലിൽ കിടന്നിട്ട് മീനിൻ്റെ കഷ്ണങ്ങളും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒന്നാം പാല് 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാടൊന്നും തിളയ്ക്കേണ്ട കറി. ഇനി ഒന്നുകൂടെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ആ ഒന്നാം പാലെല്ലാം അതിലേക്ക് മിക്സ് ചെയ്ത് വരുന്ന രീതിയിലൊന്ന് നന്നായി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് തിള വന്ന് തുടങ്ങണ ആ ഒരു ഇതിൽ നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ഇവിടെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി വല്ലാതെ തിളപ്പിക്കണ്ട. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് അതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനാണുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് അതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന നേരത്ത് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ, ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഉള്ളിയും വേപ്പിലയും ഉലുവയൊക്കെ വറ്റൽമുളകൊക്കെ താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു.